ഇന്ത്യൻ ദൃശ്യവിസ്മയത്തിന് ഇന്നേക്ക് 65 വയസ്സ്. സാംസ്കാരിക വൈവിധ്യങ്ങളുടെ കൂട്ടായ്മയായി മാറിയ ഈ ചാനൽ നമുക്കൊരു മനോഹരമായ ജാലകമാണ് തുറന്നു തന്നത്. 1959 ഇന്ത്യയിലെ പ്രഥമ ടെലിവിഷൻ ചാനലാകുന്ന ദൂരദർശൻ അതിൻ്റെ ശൈലിയും ആവിഷ്കാരവും കൊണ്ട് നാടിൻ്റെ ഹൃദയം കീഴടക്കി. ദൂരദർശൻ 65 വർഷം പിന്നിട്ട ഈ ദിനം സമകാലിക ഇന്ത്യൻ സാംസ്കാരിക ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഇപ്പോഴും നവീനതയുടെ പാതയിലൂടെ മുന്നോട്ടു പോകുന്ന ഈ ചാനൽ എത്രയോ ജീവിതങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വിചാരങ്ങളുടെയും പടവുകൾ തെളിയിച്ചിട്ടുണ്ട്. आप देख रहे हैं डीडी नेशनल, देश का पहला चैनल, देश का अपना चैनल. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ടെലിവിഷൻ ചാനലായാണ് ദൂരദർശൻ അറിയപ്പെടുന്നത്. 1959 സെപ്റ്റംബർ 15 ഇന്ത്യൻ ഗവൺമെന്റ് ദൂരദർശൻ അല്ലെങ്കിൽ DD എന്ന പേരിൽ ഇന്ത്യയുടെ പൊതുസേവന ചാനലിന് ഡൽഹിയിൽ തുടക്കം കുറിച്ചു. ആദ്യകാലങ്ങളിൽ ദൂരദർശൻ ആകാശവാണിയുടെ ഭാഗമായിരുന്നു. അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത്. ആദ്യകാലങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം മാത്രമായിരുന്നു ദൂരദർശൻ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നത്. 1967 മുതൽ ദിവസവും സംപ്രേഷണം ആരംഭിച്ചു. 1967 ജനുവരി 26 ആദ്യ പരിപാടിയായിരുന്ന കൃഷിദർശൻ ആരംഭിച്ചു. കൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് കർഷകർക്ക് ബോധവൽക്കരണം നൽകുന്ന പരിപാടിയായിരുന്നു ഇത്. കൂടാതെ 5 മിനിറ്റ് ദൈർഘ്യമുള്ള വാർത്താ ബുള്ളറ്റിനും തുടക്കം കുറിച്ചു. ഈ ബുള്ളറ്റിൻ അവതരിപ്പിച്ചത് പ്രതിമ പുരി ആയിരുന്നു. आज सवेरे नई दिल्ली में प्रधानमंत्री के निवास स्थान पर श्रीमती गांधी की हत्या करने की कोशिश की गई. 1975 വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സർക്കാർ ഒരു സൈറ്റ് പ്രോജക്റ്റ് രൂപം നൽകി. 1 വർഷം നീണ്ടുനിന്ന പദ്ധതിയായിരുന്നു ഇത്. 1980-90 കാലഘട്ടമായിരുന്നു ദൂരദർശന്റെ സുവർണ കാലഘട്ടം. ഈ കാലഘട്ടത്തിലായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയിൽ നിന്നും കളർ ടിവിയിലേക്ക് വരുന്നത്. അതോടൊപ്പം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗവും തത്സമയം സംപ്രേഷണം ചെയ്തത് ഈ കാലഘട്ടത്തിലാണ്. ഭായിയോ ബഹനോ ബുजुर्गों प्यारे बच्चों, हम हर 15 अगस्त को यहाँ पे एकत्रित होते हैं. രാമായണം, മഹാഭാരതം തുടങ്ങിയ പരിപാടികൾ ആളുകളിലേക്ക് എത്തിച്ചതും ഈ കാലഘട്ടത്തിലായിരുന്നു. 1987 ജൂലൈ 7 ഹം ലോഗ് എന്ന സീരിയൽ ദൂരദർശൻ ആദ്യമായി ടെലികാസ്റ്റ് ചെയ്തത്. എന്നാൽ 1993 സ്വകാര്യ TV ചാനലുകളുടെ വരവിന് ശേഷം ദൂരദർശൻ ഉപയോഗം ആളുകളിൽ കുറഞ്ഞു. 1997 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ദൂരദർശന്റെയും ആകാശവാണിയുടെയും ഉടമസ്ഥതയിലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനാണ് പ്രസാർ ഭാരതി. അതോടൊപ്പം DD നാഷണൽ, DD ന്യൂസ്, DD സ്പോർട്സ് തുടങ്ങിയവ ദൂരദർശന്റെ പ്രധാന ചാനലുകളാണ്. പഞ്ചാബി, ഹിന്ദി, കന്നഡ, മലയാളം തുടങ്ങിയ നിരവധി ഭാഷകളിൽ ദൂരദർശൻ ആളുകളിലേക്ക് ഇപ്പോഴും എത്തുന്നുണ്ട്. നിലവിൽ 2 അഖിലേന്ത്യാ ചാനലുകൾ, ഒരു സ്പോർട്സ് ചാനൽ, ഒരു അന്താരാഷ്ട്ര ചാനൽ, രാജ്യസഭ TV, ലോക്സഭ TV, പ്രാദേശിക ഭാഷാ ചാനലുകൾ തുടങ്ങിയ നിരവധി ചാനലുകൾ ദൂരദർശനിലുണ്ട്. ഓൺലൈൻ മീഡിയ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നിവ വഴി ദൂരദർശന്റെ കാഴ്ചപ്പാടുകൾ വ്യാപിക്കുകയും വിദ്യാഭ്യാസം, സാമൂഹിക സന്ദേശങ്ങൾ എന്നിവ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു പ്രധാന സർക്കാർ ഉപകരണമായാണ് ദൂരദർശൻ ഇപ്പോഴും നിലനിൽക്കുന്നത്.